അമ്മ ബഹളം വെച്ച് പ്രശ്നം ഉണ്ടാക്കാതെ. അവൻ കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ. അമ്മ ഒന്ന് ഫോൺ കട്ട് ചെയ്തേ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. നീ ഇങ്ങോട്ട് വേഗം വാ, എനിക്ക് ഒരു സമാധാനവും ഇല്ല. ശരി, ഞങ്ങൾ വരാം. തൽക്കാലം ഫോൺ വെക്ക്. ശരി. ഈശ്വരാ. എന്താ ബാലു? സാഗറിനെ കാണാനില്ലെന്നും പറഞ്ഞ് അമ്മ ബഹളം വെക്കുക. ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്ന്. ബാലു ഒന്ന് സാഗറിനെ ട്രൈ ചെയ്ത് നോക്ക്. അവൻ എന്തു പറ്റി? ഫോൺ എടുക്കുന്നില്ലല്ലോ. അപ്പോ ലീവ് കഴിഞ്ഞു അല്ലേ? അതെ സാർ, ഞാൻ ഇന്ന് ജോയിൻ ചെയ്തു. സാറാണ് കമ്പനി വാങ്ങിയെന്നറിഞ്ഞപ്പോൾ വലിയ സന്തോഷം തോന്നി. ഞാൻ വ്യക്തിപരമായ കാര്യങ്ങൾ പറയുകയാണെന്ന് തോന്നരുത്. ആ ബാലുവിനെ എന്തിനാണ് സാർ ഇവിടെ വെച്ചേക്കുന്നത്? ചവിട്ടി പുറത്താക്കണ്ടേ? എന്താ? അപർണയുടെ കല്യാണത്തിന് ഞങ്ങൾ സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നു. മണ്ഡപത്തിൽ നടന്ന ഇഷ്യൂ ഒക്കെ കണ്ടു. സാറ് കതിർ മണ്ഡപത്തിൽ ഇരിക്കേണ്ടതല്ലേ? അതിനിടയിൽ അവൻ കളിച്ച് സാറിനെ മാറ്റുകയല്ലേ? ഞാൻ MD-യാ, താൻ വെറും സ്റ്റാഫും. ആ ലെവൽ വിട്ട് സംസാരിക്കണ്ട. സോറി സാർ. എൻ്റെ മനസ്സിലെ പുകച്ചിലുകൊണ്ട് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ സാർ. ബാലുവിനെ ഞാൻ തീർക്കും, അതുറപ്പാ. അതെന്തുകൊണ്ടാ? നേരത്തെയുള്ള വൈരാഗ്യമാണ്. ഇപ്പൊ പുതിയ ചില ഡെവലപ്മെന്റ്സും വന്നിട്ടുണ്ട്. അവനെ അവന്റെ കുടുംബത്തിനെ ഞാൻ തീർക്കും. കുടുംബത്തോട് പക അയക്കോ? അതില് അപർണ അങ്ങ് വിട്ടേക്കണം. വിട്ടു സാർ. ഇനി അപർണ എന്റെ സഹോദരിയാ. സത്യത്തിൽ എന്റെ മകന്റെ കാര്യത്തിൽ ഞാൻ അപർണയെ എന്റെ ശത്രുപക്ഷത്ത് നിർത്തിയതാണ്. അതിന്റെ സൂചനകളും കൊടുത്തിരുന്നു. ഞാൻ ബാലുവിന്റെ അമ്മയുമായിട്ടൊന്ന് കൊമ്പ് കോർത്ത അവരോട് അപർണയെക്കുറിച്ചും പറഞ്ഞു. പക്ഷേ ഇപ്പോ അപർണ സാറിന്റെ ആളാ. സാറിന്റെ ആളെന്ന് വെച്ചാ എന്റെ ആള്. ഗുഡ്. ബാലുവിനെ താൻ എങ്ങനെ വേണോ വലിച്ചു കീറിക്കോ. പക്ഷെ അപർണയുടെ ദേഹത്ത് ഒരു പൊടിയെങ്കിലും വീണ. ഇല്ല സാർ, ഇല്ല. പിന്നെ ബാലുവിനെ ഒതുക്കുന്നത് തന്ത്രപരമായി വേണം. എന്നുവെച്ചാ വൈരാഗ്യം പ്രകടമാക്കരുത്. ഓഫീസില് ഒരു ടോക്ക് ഉണ്ടാവരുത്. ഒക്കെ ഞാൻ നോക്കിക്കോളാം സാർ. സാറിന്റെ കൂടെ ഇനി എന്തിനും ഏതിനും ഈ ഞാനുണ്ടാവും. മോളെ, നമ്മൾ എവിടെ പോയി എന്തിനു പോയി എന്നൊന്നും ഒരു മനുഷ്യരും അറിയരുത്. എന്തിനും ഏതിനും നീ ഞങ്ങളുടെ കൂടെ നിൽക്കണം, മനസ്സിലായോ? മനസ്സിലായി. ആ സാഗറുമായിട്ട് നീ ഇനി കാണുകയോ സംസാരിക്കുകയോ ചെയ്യരുത്. പഠിത്തം കഴിഞ്ഞാൽ ഉടനെ നിന്റെ വിവാഹം നടത്താം. നല്ല ഒരാളെ ഇപ്പോഴേ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. സുഭാഷിണിയാണല്ലോ. ഹലോ സുഭാഷിണി. ആ പിള്ള സാറേ, ഞാനൊരു നല്ല ന്യൂസ് പറഞ്ഞ സാർ എനിക്ക് എന്ത് സമ്മാനം തരും? ഓ ചുമ്മാ ഇങ്ങനെ വലിച്ചിട്ടാ. നീ കാര്യം എന്താണെന്ന് പറ. സാറേ, ഇതിലും നല്ലൊരു വാർത്ത സാറ് ജീവിതത്തിൽ കേട്ടിട്ടുണ്ടാവില്ല. എന്റെ പൊന്നു സുഭാഷിണി, കാര്യം എന്താണെന്ന് വെച്ചാൽ നീ അങ്ങ് പറ. എന്റെ സാറേ, സാറിന്റെ ജീവിതത്തിലെ ആ പ്രധാന ശത്രു ആ സാഗറില്ലേ, ആ തലതെറിച്ച ചെറുക്കനെ കാണാനില്ലെന്ന്. സാഗറെ കാണാനില്ലയോ? അതെ സാറേ, ആ സാഗറിനെ കാണാനില്ല. ഇവിടെ സുധാമണിയെ ബോധം കെട്ട് വീഴാറായി. ആ ചെറുക്കൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അവന്റെ കൂട്ടുകാർക്കും അറിയില്ല അവൻ എവിടെ പോയിന്ന്.
ഇവിടെ ഒരു സംസാരം കേൾക്കുന്നുണ്ട്. അവൻ എന്തോ അപകടം പറ്റിയിട്ടുണ്ടാവുമെന്ന്. ഓ ഈശ്വരാ, എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ലേ സുഭാഷിണി. നീയേ ഫോൺ വെച്ചോ, ഞാനേ ഇവരോട് വിവരങ്ങളൊക്കെ ഒന്ന് പറയട്ടെ. അയ്യോ സാറേ വയ്ക്കല്ലേ. എന്റെ സമ്മാനത്തിന്റെ കാര്യം ഓർമ്മയുണ്ടല്ലോ അല്ലേ സാറേ? ഓ, നിനക്കുള്ള സമ്മാനമൊക്കെ ഞാൻ ഏറ്റു സുഭാഷിണി. ഓക്കേ. നീയേ അവിടുത്തെ വിവരങ്ങളൊക്കെ അപ്പോഴപ്പ എന്നെ അറിയിച്ചോണ്ടിരിക്കണം. പിന്നെന്താ സാറേ, ഞാൻ ഏറ്റൂന്ന്. എന്നാ ശരി. ആശ്വാസായി. എന്താ ചേട്ടാ, എന്താ കാര്യം? ദൈവമുണ്ടടി ശ്യാമളെ, ദൈവമുണ്ട്. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. സാഗറിനെ കാണാനില്ലെന്ന്. അയ്യോ, എന്റെ പൊന്നു ഭഗവാനെ, അവന് ഒരു കാലത്തും തിരിച്ചു വരല്ലേ. കരയല്ലേ സുധാമണി, ആൺകുട്ടികളല്ലേ, അവരെവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോയതായിരിക്കും. അതെ ചേച്ചി, അവനിങ്ങ് വരും. എനിക്കെന്തോ പേടി തോന്നുക. എന്റെ വകയിലെ ഒരു അനന്തരവന്റെ മോനുണ്ടായിരുന്നു. അവൻ കോളേജിൽ പഠിക്കുകയായിരുന്നു. 19 വയസ്സ്. ബൈക്കിൽ പോകുമ്പോ എതിരെ ഒരു ലോറി വന്ന് അവന്റെ എന്റെ അമ്മയൊന്നും മിണ്ടാതിരിക്കോ? അല്ലേ, അത് ശരി. അങ്ങാടി തോറ്റൻ എന്നോടാണോ ചൂടാവുന്നേ? അല്ല പിന്നെ ഇത് നല്ല കൂത്ത്. അമ്മേ, അമ്മേ മോനെ, എന്റെ സാഗർ എവിടെയാടാ? കരയാതമ്മേ, സാഗറിനൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. എനിക്കെന്തോ പേടിയാവുന്നു മോനെ. ബാലു, നിങ്ങൾ തന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കും. ഞങ്ങൾ എത്ര പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. ആ ബന്ധുക്കളോടൊക്കെ ഒരു സൂചന കൊടുത്ത് വെക്കുന്നത് നല്ലതാ. ബാലു, ആരാ ഇത്? കുറെ നേരമായിട്ട് വല്ലാതെ വർത്തമാനം പറയുന്നു. താൻ ആരാടോ എന്നെ മര്യാദ പഠിപ്പിക്കാൻ? സരോജിനി അമ്മയെ നന്നാക്കാനേ ഇനി ആരും വരണ്ട. അച്ഛമ്മേ, ചേട്ടാ അതങ്ങ് വിട്ടേക്ക്. അമ്മ അമ്മ പിള്ള സാറിനെ വിളിച്ചോ? ഇല്ല. ഞാൻ പ്രതീക്ഷിച്ച കോള. എന്റെ പൊന്നു കുഞ്ഞെ, അനിയച്ചാരുടെ കാര്യം ഞാൻ അറിഞ്ഞു. എപ്പോഴായാലും ഇങ്ങനെ നിന്റെ ഒരു കോള് വരുമെന്നേ. പിള്ള സാറേ, സാഗർ ദേ, ഈ കാര്യത്തിലെ എനിക്കൊന്നും അറിയില്ല. ദയവ് ചെയ്ത് ദേ ഇതിനായിട്ട് ഇനി ഇങ്ങോട്ട് വിളിക്കരുത്. ഹലോ ഹലോ. ശ്ശെ. അമ്മേ, മോളെ, ദേ ഇവിടെ ചക്ക കുഴയുന്നത് പോലെ കുഴഞ്ഞു കിടക്കുക. എന്താ എന്താ അമ്മേ? ഇവിടുത്തെ ആ ഇളയ ചെറുക്കനുണ്ടല്ലോ സാഗർ, ആ നാശത്തിനെ കാണാനില്ലെന്ന്. അവനെ കാണാനില്ലേ? ആ ചെറുക്കനെ നിന്ന നെൽപ്പിൽ അങ്ങ് കാണാതായി. കോളനിയിൽ ആകെ ജഗപുകയാ. സുധാമണി മൂട്ടില് തീ പിടിച്ച പോലെ തെക്ക് വടക്ക് ഓടി നടക്കുന്നു. ബാലും മോളും കൂടി ഓഫീസിൽ നിന്ന് ഓടിപ്പാഞ്ഞു വന്നു. കഷ്ടമാ മോളെ, നമ്മുടെ മോളുടെ കാര്യം പരമ കഷ്ടമാ. ഈശ്വരാ, എന്തൊരു ഗതികേടാ ഇത്. സുധാമണി പാചകക്കാരി, ഭർത്താവ് ജയിൽ പുള്ളി, ദാ ഇപ്പൊ ഇങ്ങനെയുള്ള കുഴപ്പങ്ങളും. ആ
നമ്മുടെ മോളെ എങ്ങനെയാ അമ്മ അവിടെ കഴിയുന്നേ? നീ വിഷമിക്കാതെ. അധികം വൈകാതെ അവൾക്ക് ഇവിടെ മടുത്തു തുടങ്ങും. ആ മടുപ്പ് ക്രമേണ വെറുപ്പായി മാറും. ഞാനിവിടെ ഉണ്ടല്ലോ. തീ ആളി കത്തിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഈ അമ്മയ്ക്കറിയാം. എത്രയും പെട്ടെന്ന് തന്നെ ഞാനും മോളും കൂടി അങ്ങോട്ട് വരും. ശരി അമ്മ. ആ, ആരോ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഈശ്വരാ, ഭഗവാനേ. ഓ, ആ നാശം പിടിച്ച ചെറുക്കൻ എങ്ങോട്ടെങ്കിലും പോണേ. അവൻ ഇനി തിരിച്ചു വരല്ലേ ഭഗവാനേ. വരരുതവൻ. എന്താ എല്ലാരും കൂടെ സുധാമണിയുടെ വീടിന് മുമ്പിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നേ? സാറേ, സാർ അറിഞ്ഞു കാണുമല്ലോ, നമ്മുടെ സാഗറിനെ കാണാനില്ല. അതൊക്കെ ഞാൻ അറിഞ്ഞു. അവന്റെ കാര്യത്തിലേ ഇതുപോലെ തന്നെ സംഭവിക്കുമെന്ന് എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. സാറേ, സാറ് പലവട്ടം അവനെ വരട്ടിയിട്ടുണ്ട്. അവനെ കൊന്നുകളയും തിന്നുകളയും എന്നൊക്കെ പറഞ്ഞു. ഓഹോ, അവൻ എവിടാന്ന് സാറിന് അറിയാവോ? എന്താണോ നീ എല്ലാം കൂടെ എന്നെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുകയാണോ? ചോദ്യം ചെയ്യേണ്ടി വന്നാലേ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഓ പിന്നെ പിള്ളച്ച, എന്റെ സാഗർ എവിടെയുണ്ടെന്ന് പറ. എന്റെ സാഗർ എവിടെ പിള്ളച്ച? എവിടെ എന്റെ സാഗർ? ഒന്ന് പറ പിള്ളച്ച. എനിക്ക് എന്റെ മോനെ വേണം. പറ പിള്ളച്ച, എത്ര രൂപ വേണമെങ്കിലും തരാം. അവനെ ഒന്ന് വിട്ടുതാ. പറ പിള്ളച്ച. അമ്മേ, സാറിനറിയാം. സാറ് പറയും. പറ പിള്ളച്ച, പറയാ. സാറിന് അറിയാം. സാറ് പറ, എവിടെയാ സാഗർ? സാർ എവിടാന്ന് പറഞ്ഞാലേ സാറിനെ വിടും. എന്റെ കോളനിയിൽ എന്റെ ഔദാര്യത്തിൽ താമസിച്ചോണ്ട് നീയൊക്കെ എന്നോട് ആളാവുന്നോടാ. നിന്റെയൊക്കെ ഈ ചാട്ടം ഉണ്ടല്ലോ, അധികം വൈകാതെ ഞാൻ അവസാനിപ്പിക്കും. കാത്തിരുന്നോ. ഒരു പയ്യനെ അപകടപ്പെടുത്തിയിട്ടേ ഇങ്ങോട്ട് ഭീഷണിപ്പെടുത്തും. ആ, ഭീഷണിപ്പെടുത്തും. സർ, എന്റെ കൊച്ചേട്ടൻ എവിടെയാ സർ? ഒന്ന് പറയ് സർ. ഓ, അയ്യോ മോളെ, അവന് എന്റെ ഈ പോക്കറ്റിലുണ്ട്. എന്റെ പൊന്നു സാറേ, ഇങ്ങനെയാ നമ്മുടെ നാട്. കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ കള്ളനാക്കും. സാറേ, രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയാ മതി. ദൈവത്തോർത്ത് ആരുടെ പേരിലും കുറ്റം ആരോപിക്കരുത്. സാറ് പൊയ്ക്കോ. അയ്യോ, എന്റെ കോളനിയില് എനിക്ക് സഞ്ചരിക്കാൻ നിന്റെയൊക്കെ അനുവാദം വേണം അല്ലേ? നീയൊക്കെ കാത്തിരുന്നോ, ഞാൻ ഉടനെ തന്നെ പണി പാലും വെള്ളത്തിൽ തരുന്നുണ്ട്. ബഹളം ഉണ്ടാക്കാതെ വാമൻ. നീയൊക്കെ ചെവി നുള്ളിക്കോ, ഞാൻ കാണിച്ചു തരാം. എന്താണ് ചേട്ടാ, പാവം, എത്ര നല്ല തങ്കപ്പെട്ട മനുഷ്യൻ. അങ്ങേരെ ഇതുപോലെ വിഷമിപ്പിക്കുന്നതേ കഷ്ടമാണേ. ആ, കേറ് കേറ് കേറ്. അല്ലേ, പോയിടാ അവിടുന്ന്. ഒരുത്തനെ കാണാൻ പോയതിന് ബാക്കിയുള്ളവനെ വെക്കിട്ട് കയറി കാണും. മതി, ഒന്ന് നിർത്ത്. എന്താണ്? അയ്യോ, എന്റെ ദൈവമേ, ആ നശിച്ചവൻ ഇനി ഒരിക്കലും തിരിച്ചു വരരുത് എന്നാണ് എന്റെ പ്രാർത്ഥന. ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയാവോ? എന്തെന്ന് സത്യം? സാഗർ എവിടെയാണെന്ന് ചേട്ടന് അറിയാവോ? ചേട്ടന് കയ്യബദ്ധം വല്ലതും പറ്റിയോ? പറ്റി. ഞാന് അവനെ കൊന്നുകളഞ്ഞു. നീയും കൂടെ ചേർന്ന് ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയിട്ട് എല്ലാം കൂടെ ചേർന്ന് എന്നെ ജയിലിൽ കയറ്റാനാണോ പരിപാടി? ഓ, ഞാൻ ആരുടെങ്കിലും അവനെ എന്തെങ്കിലും ചെയ്തു പോയനെ. പക്ഷെ അത് വേണ്ടി വന്നില്ല. എന്നെ പോലെ മറ്റാരും അവനെ കൈകാര്യം ചെയ്തു. നശിച്ചവൻ. നിനക്കറിയാവോ അവൻ എവിടാണെന്ന്?
എനിക്കറിയില്ല. എന്താ നിന്റെ മുഖത്തൊരു കള്ള ലക്ഷണം? ഏയ് ഇല്ലച്ചാ, ഒന്നുമില്ല. അച്ഛന് തോന്നിയതായിരിക്കും. ഒന്നും ഇല്ലല്ലോ. ഏയ് ഈശ്വര, മുറി തുറക്കും, സാഗറിനെ കാണും, എല്ലാം ഇവിടെ വെച്ച് അവസാനിക്കും. മോളെ പോയി ഡ്രസ് മാറ്. ആ എടോ, ഈ ഡോക്യുമെന്റ്സിന്റെ കാര്യം മറ്റാരും അറിയരുത്. നിന്നോടാ പറഞ്ഞത്. ആ. ഓ, പുതിയ ഫോൺ. ഇതേതാടി ഇത്? എന്റെ ഫോണാച്ചാ, പുതിയ കവറാ. ഓ, അത് ശരി. അല്ല, എന്നാലുവേ ആ കുരുത്തക്കെട്ടവര് എവിടെ പോയി? ആ, എവിടെങ്കിലും പോയി തൊലയട്ടെ. ഞാൻ എന്തിനാ തിരക്കാൻ തുടങ്ങുന്നത്? മോള് വാ. എനിക്ക് എന്റെ മോനെ കാണണം. എന്റെ സാഗർ എവിടെ? എന്റെ മോനെ കാണണം. കരയാതെ. ഇപ്പൊ കാണണം. എനിക്ക് എന്റെ മോനെ ഇപ്പൊ കാണണം ബാലു. അമ്മേ. അമ്മേ, അവൻ ഏതോ കൂട്ടുകാരനെ കാണാൻ പോയതായിരിക്കും. ഉറപ്പ്. ആ, അതല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ തിയേറ്റർ. അതെ. കരയാതെ അമ്മേ. അമ്മ ഇങ്ങനെ വിഷമിച്ച് BP കൂട്ടാതെ. ഇല്ല, എവിടെ പോകുന്നുണ്ടെങ്കിലും എന്നോട് പറഞ്ഞിട്ടേ പോവും. അമ്മയെ നമുക്ക് 1 മണിക്കൂർ കൂടി നോക്കാം, എന്നിട്ട് പോലീസിനെ അറിയിക്കാം. 1 മണിക്കൂറാ? 1 സെക്കൻഡ് പോലും കാക്കരുത്. വേഗം പോലീസിനെ അറിയിക്കും. പോലീസ് അന്വേഷിക്കട്ടെ ആപത്ത് എന്തെങ്കിലും വന്നിട്ടുണ്ടോന്ന്. ഞാനൊരു 5 ഓർഡർ എടുത്തു കഴിഞ്ഞു. ഇനി അത് വെടിപ്പായി അങ്ങ് ചെയ്യണം. ഓർഡർ നമ്പർ 1 ബാലു, നമ്പർ 2 സാഗർ. നിന്റെ കുടുംബത്തിന്റെ നാശം കാണാതെ ഞാൻ അടങ്ങില്ല. ബാലു മോനെ വാ. ഓന അവൻ ആ പ്രമോദ്, അവൻ അറിയാം നമ്മളെ സാഗർ എവിടെയുണ്ടെന്ന്. ഞാൻ ഓനെ കാണാൻ പോവാ. അമ്മേ, നിക്ക്. അമ്മേ. മോളെ വിട്. ഓൻ എന്നോട് പറഞ്ഞതാ എന്റെ മക്കളെ ഓരോരുത്തരെയായി ഓൻ കുഴപ്പത്തിലാക്കുന്നു. ബാലുവിനെ അവൻ ഫോൺ ചെയ്തതല്ലേ. എനിക്കോനെ കാണണം. എനിക്കോനെ ഇപ്പൊ പോയി കാണണം. അമ്മയെ അമ്മയൊന്ന് സമാധാനപ്പെടമ്മേ. അങ്ങനെയൊന്നും ചുമ്മാ ഒരാളെ അപായപ്പെടുത്താനൊന്നും പറ്റില്ല. എന്തായാലും ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ. നിക്ക്. വിളിക്കേ, വേഗം വിളിക്കേ. ഓൻ പറയുന്ന എനിക്ക് കേൾക്കണം. സ്പീക്കറിലൂടെ. എന്തു വേണം സാർ? എന്റെ അനിയനെ വേണം. എങ്ങനെ? പ്രമോദേ, കളിച്ച് കളിച്ച് ലിമിറ്റ് കടന്ന് കളിച്ച കാര്യം കൈവിട്ടു പോവും. നിന്റെ മോൻ കാണിച്ച തെമ്മാടിത്തരത്തിന് നിയമത്തിന്റെ വഴിയില ഞങ്ങൾ നീങ്ങിയത്. അതിന് ഇമാതിരി വേലത്തരങ്ങൾ കാണിക്കാൻ തുടങ്ങിയ അതേ നാണയത്തിൽ ഞാനും തിരിച്ചടിക്കും. എന്റെ അനിയൻ എവിടെ? അത് പറ. പ്രമോദ് പണി തന്നിരിക്കുമെന്ന് പറഞ്ഞാൽ അത് 100% തന്നിരിക്കും. ആ പണി വരുന്നുണ്ട്. നീ ഒരുങ്ങിയിരുന്നു. പക്ഷേ നിന്റെ അനിയന്റെ കേസ് എന്റെ തലയെ കൊണ്ട് വെക്കണ്ട. അവനെ ഏതെങ്കിലും പെമ്പിള്ളാരുടെ വീട്ടിൽ പോയി അന്വേഷിക്കേ, അവിടെ കാണും. എന്റെ അനിയൻ നിന്റെ മോനെ പോലെ പെമ്പിള്ളേരുടെ വീട് നോക്കി നടക്കുകയല്ലടാ. ഒന്ന് പോടാ. നീ നിയമത്തിന്റെ വഴിക്ക് പോകുന്നതല്ലേ? നീ കൊണ്ട് കേസോട്. ഞാൻ നിന്റെ അനിയനെ അപകടപ്പെടുത്തി എന്ന് പറഞ്ഞു. പ്രമോദേ, ഹലോ. അമ്മേ, അയാള് പറയുന്നത് കേട്ടാ തന്നെ അറിയാം അയാൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്ന്. പിന്നിത് എന്റെ മോനെ എവിടെയാ? അമ്മേ, അമ്മ ഒരു 2 മണിക്കൂറുടെ ഒന്ന് ക്ഷമിക്ക്. 2 മണിക്കൂർ നമുക്ക് നോക്കാം. ബാലു, 2 മണിക്കൂറുടെ നോക്കിയിട്ടും വിവരമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പോലീസിൽ അറിയിക്കാം.